ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഈ വേദിയിൽ പാട്ടിന്റെ വഴിയിൽ പാരിജാത ഭംഗി പടർത്തുന്ന ഇശലിന്റെ ഇതൾ വിരിയുന്ന സംഗീത സാന്ദ്രമായ അതിർഹയും സംഘവും നിറഞ്ഞു കാണുന്ന ഇശൽ സന്ധ്യ എല്ലാവരും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. പുതുവാടിൽ മാത്രമല്ല, ഈ പുതുവാടിയുടെ അതിർത്തിക്കും അപ്പുറത്തേക്ക് മത, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ തങ്ങളുടെ കർമ്മം കൊണ്ട് ശ്രദ്ധേയരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന ഒരു വേദിയാണ് ഇത്. ഈ സംസാരം കഴിഞ്ഞിട്ട് നല്ല ഇശൽ പരിപാടി കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.കെ. ഫൈസൽ ബാബു പുതിയ കാലത്തെ രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിച്ചത്. പുതിയൂരിലെ വേദിയിൽ അല്പസമയം ഇരുന്നപ്പോൾ മനസ്സിനെ പുറകോട്ട് പോയപ്പോൾ ആലോചിച്ചത് മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങളുടെ ഒരു വലിയ ചരിത്രം എന്ന് പുകയൂരിൽ പറയാനുണ്ട് എന്നാണ്. ഒരുപാട് സമ്മേളനങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ് ഈ പുകയൂർ. ഞാൻ ചെറുപ്പത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് ഒരു സമ്മേളനത്തിലേക്ക് വാഹനം പിടിച്ച് നാട്ടുകാർ വരുമ്പോൾ അതിൽ കയറിക്കൊണ്ട് ഈ പാറപ്പുറത്തിരുന്ന് എത്രയോ സമ്മേളനങ്ങൾക്ക് വന്ന ഒരു കഥ മനസ്സിൽ ഓർമ്മയായിട്ടിപ്പോഴും ഉണ്ട്. അത് ഈ സമ്മേളനത്തിൽ എഴുന്നേറ്റ് വന്നപ്പോഴും ഈ വേദിയിൽ ഇരുന്നപ്പോഴും ഓർത്തുപോയി. ഹരിത രാഷ്ട്രീയത്തിന് മണ്ണും മനസ്സും സംഭാവന ചെയ്ത സ്ഥലത്തിന്റെ പേരാണ് പുകയൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ ഒരു സംശയവും ഇതൊരു നല്ല കർമ്മക്കും കൂടി നടക്കുന്ന ഒരു വേദിയാണ്. ബൈത്തുൽ സമർപ്പണം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ രംഗമൊക്കെ ആകെ മാറി വരികയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം ഉയർത്തിക്കാണിച്ചിട്ട് മനുഷ്യന്മാരെ അഭിസംബോധന ചെയ്യാൻ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് ആവതില്ലാത്തൊരു കാലമാണിത്. രാഷ്ട്രീയ ലാഭമുണ്ടാക്കണം, MLA-മാരുടെ എണ്ണം കൂട്ടണം, പിന്നെയും അധികാരത്തിൽ വരണം, അങ്ങനെയൊക്കെ വരണമെങ്കിൽ വർഗീയത പറയണം എന്നിടത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്കിനിയും അധികാരം കിട്ടുള്ളൂ, ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വലിയ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കി വെച്ച ഒരു കാലമാണിത്. PC ജോർജ് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. വിജയരാഘവൻ അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെറുതല്ലാത്ത ശ്രമത്തിൽ തന്നെയാണ്. വർഗീയത പറയണം. അപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിന്റെ മുന്നിൽ മുസ്ലിം ലീഗ് പറയുന്നത് ശാന്തി, സമാധാനം, സ്നേഹം, പാരമ്പര്യം, പൈതൃകം, ഒരുമ, ഇതൊക്കെ പറഞ്ഞ് കേരളത്തിൽ പിന്നെയും നിലനിൽക്കാനാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ മുസ്ലിം ലീഗ് മാത്രമാണ്. അതിൽ ഒരു സംശയവുമില്ല. അത് ഈ നാട്ടുകാർക്ക് വിശ്വാസമാണ്. ഇവിടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ തുടർന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജനങ്ങളോട് ഒരു ആഹ്വാനം ചെയ്തു. വയനാട്ടെ 2 ഗ്രാമങ്ങൾ തന്നെ മണ്ണിനടിയിലായിപ്പോയി. അവരിൽ പലരുടെയും ഭൗതിക ശരീരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ മനുഷ്യർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. നമുക്ക് ഓർക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ദുരന്തം? ആ ദുരന്തമുണ്ടായപ്പോൾ പാണക്കാട്ടെ പടപ്പനക്കൽ വീട്ടിലിരുന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരാഹ്വാനം നടത്തി. ഞങ്ങൾ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് പണം അയക്കണം. ആ പണം ഉപയോഗപ്പെടുത്തി നമുക്ക് വയനാടിനെ പുനർനിർമ്മിക്കണം.
മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കേണ്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കേണ്ടത്. അതിനുവേണ്ടി ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നില്ല. അതിനുവേണ്ടി കേരളത്തിലെ 14 ജില്ലകളിലും ലീഗിന്റെ ഒരു കമ്മിറ്റിയും യോഗം ചേർന്നില്ല. അതിനുവേണ്ടി ഒരു ഗൃഹസമ്പർക്ക പരിപാടിയും ലീഗ് നടത്തിയില്ല. ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോ നിയോജക മണ്ഡലം കമ്മിറ്റിയോ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തില്ല. ഒരൊറ്റ ആഹ്വാനം, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരൊറ്റ ആഹ്വാനം. അത് ക്ലോസ് ചെയ്തപ്പോൾ, അവസാനിപ്പിച്ചപ്പോൾ 36 കോടി രൂപയാണ് കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മനുഷ്യന്മാർ ആ അക്കൗണ്ടിലേക്ക് അയച്ചത്. 36 കോടി രൂപ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് അയച്ച് കേരളം തങ്ങളുടെ ചെവിട്ടിൽ പറഞ്ഞൊരു സ്വകാര്യമുണ്ട്: നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്നാണ്. കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസപൂർവ്വം നിൽക്കാൻ ഇപ്പോഴും ലീഗിന് കഴിയുന്നത് 75 കൊല്ലത്തെ ലീഗിന്റെ കർമ്മമാണ്. ബൈത്തുറഹ്മ കൊടുക്കുമ്പോൾ ബൈത്തുറഹ്മയിൽ പാർക്കാൻ വരുന്നവനോട് ലീഗ് തന്റെ കയ്യിലുള്ള പാർട്ടി മെമ്പർഷിപ്പ് ഏതാണെന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. CH സെന്ററിൽ ഞങ്ങൾ അച്ചടിച്ച് വച്ചിരിക്കുന്ന അപേക്ഷാ ഫോമുകളിൽ പാർട്ടി ഏതെന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ പാവപ്പെട്ടവന്റെ നീറുന്ന വേദനകൾക്ക് മുമ്പിൽ തുറന്നു വച്ച ഡയാലിസിസ് സെന്ററുകൾ, ആ ഡയാലിസിസ് സെന്ററുകളിൽ അഡ്മിഷൻ കാത്തു കഴിയുന്ന പാവം മനുഷ്യരോട് ഒരിക്കൽ പോലും നിങ്ങളുടെ പാർട്ടി ഏതെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞങ്ങൾ പണം പിരിപ്പിച്ചുണ്ടാക്കിയ ഡയാലിസിസ് സെന്ററിന്റെ അകത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെ ആ ബെഡിൽ കിടന്ന് ഞങ്ങളുടെ കുറ്റം പറയാനും സാവകാശം ഉണ്ടാക്കി കൊടുത്തതാണ് ഞങ്ങളുടെ പാരമ്പര്യം. 1000 ഭവനങ്ങൾക്ക് കുറ്റിയടിച്ച മോങ്ങത്തെ വേരുവാശാരി തൊട്ട് സുപ്രത്തോ കപ്പിൽ ഇന്ത്യയുടെ ഗോൾ വലം തീർത്ത ഗോൾ കീപ്പറുടെ വരെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഞങ്ങളുടെ ബൈത്തുർ റഹ്മ പദ്ധതിയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഞങ്ങളവിടെ നിങ്ങളുടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടില്ല, ഞങ്ങളവിടെ പാർട്ടി നോക്കിയിട്ടില്ല. ഇതൊരു സേവനാത്മകമായ മനസ്സായിരുന്നു. ആ സേവനാത്മകമായിട്ടുള്ള മനസ്സുണ്ടാക്കാൻ, അങ്ങനെ ഒരു നിർമ്മാണാത്മക പ്രവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാൻ നിങ്ങൾക്കൊരു അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു കൊടുക്കണം. അത് ആര് ഭരിക്കുന്ന പഞ്ചായത്തായിക്കോട്ടെ, ഏത് പഞ്ചായത്തായിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ ഒരു ഫോമുണ്ട്, ഒരു ഫോറമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഞ്ചായത്ത് മെമ്പർ ആ ഫോറം കൊണ്ടുവന്ന് തരും. അതിൽ നിങ്ങളുടെ പേര് ചോദിക്കും, മേൽവിലാസം ചോദിക്കും, വാർഡ് ചോദിക്കും, തൊഴിൽ ചോദിക്കും, എല്ലാം ചോദിക്കും. വേറൊരു ചോദ്യം കൂടിയുണ്ട്, ജാതിയും മതവും ചോദിക്കും. എന്നാൽ ഞാൻ പറയുന്നു, ഞങ്ങൾ തുറന്നു വച്ച CH സെന്ററുകളിലും കാരുണ്യ സ്ഥാപനങ്ങളിലും കൊടുക്കുന്ന അപേക്ഷാ ഫോറങ്ങളിൽ ഞങ്ങൾ ജാതിയും ചോദിക്കുന്നില്ല, മതവും ചോദിക്കുന്നില്ല, രാഷ്ട്രീയം ചോദിക്കുന്നില്ല. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയ കർമ്മമല്ല. ഇത് മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയിലൂടെ നിങ്ങൾക്കൊരു ബൈക്ക് എടുത്തിട്ട്, ഒരു കാർ എടുത്തിട്ട് ഒരു യാത്ര ചെയ്യാം. അമ്പരച്ചുംബികളെ പോലെ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് പലതും പല സ്ഥാപനങ്ങളാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ്, എഞ്ചിനീയറിംഗ് കോളേജുകളാണ്, ഈ ദാറുൽ ഹുദയെ പോലെയുള്ള വലിയ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാം. റോഡ് കാണാം, പാലം കാണാം, വലിയ വികസന പ്രവർത്തനങ്ങൾ കാണാം. അതൊക്കെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാം. ആ നിർമ്മാണങ്ങളുടെ ഒക്കെ പിന്നിൽ ചില കൈകളുണ്ട്, ചില കരങ്ങളുണ്ട്, ചില പ്രയത്നങ്ങളുണ്ട്, ചില ജീവിതങ്ങളുണ്ട്. കണ്ണോണ്ട് കാണാൻ പറ്റാത്ത പലതും ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് മാനസികമായ സ്വാസ്ഥ്യമാണ്. തൊടാൻ കിട്ടൂല, കാണാൻ കിട്ടൂല, അനുഭവിക്കുകയാണത്. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തുണ്ടല്ലോ മനുഷ്യർ പാർക്കുന്നു. ഉത്തരേന്ത്യയിൽ ബിജനൂരിൽ, ഭീവണ്ടിയിൽ, അഹമ്മദാബാദിൽ, അലഹാബാദിൽ, ഗുജറാത്തിൽ, സൂറത്തിൽ, മീറത്തിൽ, അങ്ങനെ ഉത്തരേന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ എരുമച്ചാണകം മണക്കുന്ന തെരുവുകളിൽ, വെച്ച് കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങളിൽ
ജീവിതം എന്ന ശിക്ഷ അനുഭവിച്ചു തീർക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. അതിനപ്പുറത്തേക്ക് ഒരു മാനസികമായ സ്വാസ്ഥ്യം നിങ്ങളും ഞാനും അനുഭവിക്കുന്നു ഈ മണ്ണിൽ വെച്ച്. ആരുണ്ടാക്കിയതാണ്? ആര് നിർമ്മിച്ചതാണ്? വർഗീയത പറഞ്ഞിട്ടല്ല, കുറച്ച് മനുഷ്യർ സ്നേഹം പങ്കിട്ടുണ്ടാക്കിയതാണത്. അവരുടെ പ്രയത്നങ്ങളാണത്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ആയിരം കൗതുകമുള്ള കഥകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ പുകയൂരങ്ങാടിയിലെ ഈ കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ കയറി അപ്പുറത്തേക്ക് നോക്കിയാൽ തിരൂരങ്ങാടിയിലെ PSM കോളേജ് കാണാം. 4ാം ക്ലാസിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ അവസരമില്ലാത്ത MK ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ നിർമ്മിച്ചതാണ്. 4ാം ക്ലാസ് വരെ പഠിക്കാത്ത ഒരാൾ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് നിർമ്മിക്കുന്നു. ആ ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ മാനേജർ ആകുന്നു. അത്ഭുതകരമാണ് ഈ കഥ. ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണാം. ഇഴജീവികളുടെ താവളമായ മൊട്ടപ്പാറക്കുന്നിൽ 1968 എന്റെയും നിങ്ങളുടെയും നേതാവ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുമ്പോൾ അരപ്പട്ട കെട്ടിയ കള്ളിയും കൊണ്ടെടുത്ത കഞ്ഞിപ്രാക്ക് പനിയും ധരിച്ച തലേക്കെട്ട് കെട്ടിയ എഴുതാനും വായിക്കാനും അറിയാത്ത നാടൻ മനുഷ്യന്മാരായിരുന്നു ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവരെ സാക്ഷി നിർത്തിയിട്ടാണ് ആ മനുഷ്യൻ സർവകലാശാലയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത്. എന്റെ പെങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇനിയും പിറന്നു വീണിട്ടില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നുവെന്നാണ് അന്ന് ആ മനുഷ്യൻ അവിടെ പ്രസംഗിച്ചത്. ലോകത്തെവിടെയെങ്കിലും പണം പിരിപ്പിച്ചിട്ടൊരു സർവകലാശാല ഉണ്ടാക്കിയിട്ടുണ്ടോ? ലോകത്ത് വലിയ വലിയ സർവകലാശാലകൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ ലോകത്തെവിടെയെങ്കിലും മനുഷ്യന്മാർ പണം പിരിപ്പിച്ചൊരു സർവകലാശാല ഉണ്ടാക്കിയിട്ടുണ്ടോ? ഗവൺമെന്റിന്റേതല്ലാതെ. ലോകത്തെവിടെയെങ്കിലും മനുഷ്യർ പണം പിരിപ്പിച്ചിട്ടൊരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കരിപ്പൂർ എയർപോർട്ടാണ്. നമ്മൾ പണം പിരിപ്പിച്ചിട്ടാണ് ആ എയർപോർട്ട് ഉണ്ടാക്കിയത്. നമ്മൾ പണം പിരിപ്പിച്ചിട്ടാണ് ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. ഇത്ര ഏക്കർ അക്വയർ ചെയ്ത് കൊടുത്താലേ യൂണിവേഴ്സിറ്റി ഉണ്ടാകുകയുള്ളൂ എന്നൊരു നിയമമുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നേതാവ് സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെയും കൂട്ടി സമ്പന്നരിൽ സമ്പന്നരായ മനുഷ്യരുടെ പടിപ്പുര കയറി ചെന്ന് ബാഫക്കി തങ്ങളും CH കൈനീട്ടി വാങ്ങിയ ഭൂമിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. നിങ്ങളറിയോ, പാവപ്പെട്ട മനുഷ്യരുടെ കളിമുറ്റത്ത്, അവരുടെ മക്കളുടെ കളിമുറ്റത്ത്, അവരുടെ കൊച്ചു കൊച്ചു കൂരകൾ എയർപോർട്ട് അതോറിറ്റി എഴുതി കൊടുത്ത് നമ്മൾ എയർപോർട്ട് ഉണ്ടാക്കി. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സർക്കാരല്ലേ ഉണ്ടാക്കേണ്ടത്? സർക്കാർ തരട്ടെ, സർക്കാർ തീരുമാനിക്കട്ടെ, സർക്കാരിന്റെ ഭൂമിയിൽ വരട്ടെ എന്ന് കരുതി കാത്തിരുന്നിരുന്നുവെങ്കിൽ ഈ 2 സ്ഥലത്തും ഈ 2 സ്ഥാപനവും ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. 15 ദിവസം വൈകിയിരുന്നെങ്കിൽ 2 സ്ഥലത്തും ഈ സ്ഥാപനം വരുമായിരുന്നില്ല. അത് CH മുഹമ്മദ് കോയ സാഹിബിന് അറിയാമായിരുന്നു. ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. വലിയ പരിശ്രമം, വലിയ പ്രയത്നം. ആലോചിച്ച് നോക്കണം, ഒരു ജനത ഉണ്ടാക്കിയതാണ്, ഒരു ജനത നിർമ്മിച്ചതാണ്. അതിനവർക്ക് ധൈര്യമായി നിന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. തിരൂരങ്ങാടിയിലേക്ക് യത്തീം കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ MK ഹാജിയുടെ മടിയിൽ കിടന്ന് ആ യത്തീം കുട്ടികൾ കളിക്കുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ആര് സംരക്ഷിക്കും ഇവരെ എന്ന്. ഇവരുടെ പാർപ്പിടം, ഇവരുടെ വസ്ത്രം, ഇവരുടെ വിദ്യാഭ്യാസം, ഇവരുടെ ദൈനംദിനം കാര്യങ്ങൾ ആര് നോക്കും? എവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന്. എന്റെ കയ്യിൽ കൈവണ്ടി വലിച്ച ടയം കൊണ്ട് ഈ കൈ കൊണ്ട് കൈവണ്ടി വലിച്ചിട്ട് ഞാൻ എന്റെ മക്കളെ പോറ്റിക്കൊള്ളാം. അതിനെനിക്കാവതില്ലാത്തൊരു കാലം വന്നാൽ എനിക്കൊരു പാർട്ടിയുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ പാർട്ടി മക്കളെ നോക്കും എന്നാ മനുഷ്യൻ പറഞ്ഞു കൊണ്ടുവന്ന് സ്ഥാപിച്ച യത്തീംഖാന നിങ്ങൾക്ക് ഇപ്പോഴും പോയാൽ കണ്ടൂടെ? അത് പിന്നെ കോളേജായി മാറുന്നു, അത് പിന്നീട് ട്രെയിനിങ് സെന്ററായി മാറുന്നു, വലിയ സ്ഥാപനങ്ങളായി മാറുന്നു. നിങ്ങൾ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളുടെയും മുറ്റത്ത് പോയി നിന്നോളൂ. ഡിഗ്രി ഇല്ലാത്ത, ബിരുദമില്ലാത്ത, ബിരുദാനന്തര ബിരുദമില്ലാത്ത പാവം മനുഷ്യരാണ് അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന്റെ പിന്നിൽ. അവരെന്തിനാണ് പണിയെടുത്തതെന്നറിയോ? ഞങ്ങൾക്ക് നേടാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ മക്കൾക്ക് നേടാൻ കഴിയണം, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം എന്ന ലക്ഷ്യത്തിന്റെ പേരിലായിരുന്നു. അതിനവർക്ക് തണലായി നിന്ന കൊടിയാണ് ഈ നാട്ടുവെച്ചിരിക്കുന്നത്. ഇതൊരു തുണിക്കഷ്ണമോ അതിന്റെ അകത്ത് ചിരുകി വച്ചൊരു ചിഹ്നമായിട്ടൊന്നും നിങ്ങളാരും കാണരുത്.
അതിന് 75 കൊല്ലത്തെ സമൃദ്ധമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ലോകത്തിന് ജീവിച്ചിരിക്കുന്നവരിലേറെ മരിച്ചുപോയവരാണ് അനുജന്മാരെ. മുസ്ലിം ലീഗിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലേറെ മരിച്ചുപോയവരാണ്. അത്രയേറെ മനുഷ്യർ മെമ്പർഷിപ്പ് എടുത്ത് ഈ വാർഡ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൊണ്ട് നടന്ന് മരിച്ചുപോയി. ഒരു വട്ടം പോലും ഒരു സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കാതെ, ഒരു മലയാള പത്രത്തിലും പേരച്ചടിച്ച് വരാതെ, ഒരു നേതാവും പേരെടുത്ത് വിളിക്കാതെ ആയിരക്കണക്കിന് മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ അധ്വാനിച്ചു. അവരുടെ പരിശ്രമം, അവരുടെ കഠിനാധ്വാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവർ ലീഗ് മാത്രം ഉണ്ടാക്കുകയല്ല ചെയ്തത്, അവരൊരു നാടിനെ നിർമ്മിച്ചു വെച്ചു. അവർ ഒരു നാടിനെ നിർമ്മിച്ചു വെച്ചു. സർക്കാർ അകലെ നിന്നപ്പോൾ ഞങ്ങൾക്കതിന് ആവതുണ്ടെന്ന് അവർ പറഞ്ഞു. അന്ന് അവർ ആ ആവത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് പലതും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്. നിങ്ങൾ ഈ ഹൈവേയിൽ സമരം നടന്നപ്പോ എന്താ ഒരു മന്ത്രി പറഞ്ഞത്? അത് ഏതാനും തീവ്രവാദികളാണ് ആ സമരം നടത്തുന്നതെന്നാണ്. ഈ കുളപ്പുറത്ത്, ഈ തലപ്പാറയിൽ സമരം നടത്തിയപ്പോൾ നമ്മൾ എന്തിനാ സമരം നടത്തിയത്? കുറെ ആൾക്കാരുടെ ഭൂമി നഷ്ടപ്പെടും. അവർ വർഷങ്ങളെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണത്. ചെറിയ വിലക്ക് അവരെ തട്ടിക്കളയല്ലേ, അവർക്ക് ന്യായമായ വില കൊടുക്ക് എന്ന് പറഞ്ഞല്ലേ സമരം ചെയ്തത്. അതിന് തീവ്രവാദികളായി, അതിന് ഭീകരവാദികളാക്കി. ആരാണ് ആക്കിയത്? ഇവിടുത്തെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അത് ചെറിയ കാര്യമായിട്ട് ഒരിക്കലും പോലും നമ്മൾ കാണരുത്. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ, പാരമ്പര്യത്തിന്റെ ഒരു വലിയ ഗോപുരം ലീഗ് ഉണ്ടാക്കി വെച്ചു, ലീഗ് നിർമ്മിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണിത്. വൈറ്റ് ഗാർഡ് ഉണ്ടായി, ആംബുലൻസ് ഉണ്ടായി. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനൊരു ഡയാലിസിസ് സെന്ററിന്റെ അകത്ത് ജീവിതത്തിന്റെ ഒരുപാട് ഭാഗം, നല്ലൊരു സമയം ചെലവഴിക്കാൻ അവസരം ഉണ്ടായ ഒരാളാണ് ഞാൻ. എപ്പോഴും ആലോചിക്കും, ലീഗ് ഈ സംഗതി പോയിട്ട് കൈ വെച്ചില്ലായിരുന്നെങ്കിലും മനുഷ്യന്മാരുടെ അവസ്ഥ എന്താവുന്നു. എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ഈ നിമിഷം വരെ, ഞാൻ എഴുതുന്ന നിമിഷം വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അകത്ത് ഡയാലിസിസ് മെഷീന്റെ എണ്ണം 10 10. അത് 11 ആയിട്ടില്ല, 12 ആയിട്ടില്ല. 4-5 ഡയാലിസിസ് അവർക്ക് കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയും, ഇനി പുതിയ ഡയാലിസിസ് സെന്ററിലേക്ക് പോയിക്കോളി, ഇവിടെ സൗകര്യമില്ല. ഇന്നൊരാളെ ഡയാലിസിസ് ചെയ്യാൻ എന്താണെന്നറിയോ ആ പ്രക്രിയ? ഒരു വയറ് ഇവിടെ കുത്തിവെക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൽ നിന്ന് നിലവിൽ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും ആ വയറിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ആ മെഷീൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച്, കിഡ്നി വർക്ക് ചെയ്യുന്നില്ല, കിഡ്നിന്റെ പണി മെഷീൻ എടുക്കുകയാണ്. അത് ശുദ്ധീകരിച്ചിട്ട് മറ്റൊരു വയറിലൂടെ ശുദ്ധീകരിച്ച രക്തം ഈ സാധു മനുഷ്യന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റുന്നു. ഇതുകൊണ്ട് ഈ മനുഷ്യൻ ജീവിക്കുക ഒരു ദിവസമാണ്, ഒറ്റ ദിവസം. നിങ്ങൾ അയൽവാസി ഈ പുകയിലില്ലേ ഡയാലിസിസ് രോഗികൾ? ഒറ്റ ദിവസം ജീവിക്കുക, ഒറ്റ ദിവസം. ഒരാൾ ശ്വാസത്തുന്നുണ്ട്, ചോദിച്ചു നോക്കും എന്നെ പോയിട്ട് അനുഭവം എന്താന്ന്. ഒറ്റ ദിവസം ജീവിക്കുക. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഈ പ്രക്രിയ തുടരണം. സർക്കാരിനടുത്ത് സംവിധാനമില്ല, സർക്കാർ ആശുപത്രികളിൽ സംവിധാനമില്ല. ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി പാവം മനുഷ്യർ കെഞ്ചുമായിരുന്നു. അയൽവക്കത്തെ വീടുകളിൽ നിന്ന് ആർത്തനാദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ആർത്തനാദങ്ങൾ. കോണിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെയും നിയമസഭാ സാമാജികനെയും അല്ല ഉണ്ടാക്കിയത്. ഈ ജാതി പ്രവർത്തനങ്ങൾ നടത്താൻ കരുത്തുള്ള സംവിധാനമാക്കി മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിങ്ങൾ. അല്ലെങ്കിൽ ശരീരമാസകലം നീര് വന്ന് വീർത്ത പാവം മനുഷ്യർ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ കൺമുന്നിൽ ഇരുന്ന് കെഞ്ചുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇപ്പോഴും എന്തേ വികസിച്ചു വരാത്തത്? രാത്രി കാലങ്ങളിൽ ഈ തിരൂരിൽ നിന്നും പരപ്പനങ്ങാടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുതിച്ചു പായുന്ന ട്രെയിനുകൾ കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്കൊന്ന് തലയിട്ട് നോക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ. തലമുട്ടയടിച്ച് ക്യാൻസർ രോഗം ബാധിച്ച പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് അതിന്റെ അകത്ത് കാണാം.
ആ വയസ്സ് കൊണ്ടുള്ള ട്രെയിൻ തിരുവനന്തപുരത്ത് ബൈക്കിടുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന CH സെന്ററിന്റെ വളണ്ടിയർമാരെ അങ്ങോട്ട് ഞങ്ങളെക്കാളേറെ മുതലാളിമാര് വിളിച്ചാൽ നിങ്ങൾക്ക് പണം തരൂലേ? ഞങ്ങളെക്കാളേറെ സമ്പത്തും പ്രതാപവും അധികാരവും നിങ്ങളുടെ കയ്യിലില്ലേ? ഞങ്ങളെക്കാളേറെ നിങ്ങൾക്ക് MLA-മാരില്ലേ? എന്തിന് ബലായി പറയണം? ഞങ്ങളെ പകർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനാണ് ശ്രമിക്കേണ്ടത്. ഇതൊരു ഭാഗത്തെ രാഷ്ട്രീയം ഞങ്ങൾ പ്രകടമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വേറെ ആർക്കും കഴിയൂല, വേറെ ഒരാൾക്കും കഴിയില്ല. ഇത്ര മനോഹരമായ ഒരു രാഷ്ട്രീയത്തെ ലീഗ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് 75 കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ ചെറുപ്പത്തിന്റെ പ്രസരിപ്പിൽ നിലകൊള്ളാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവതുണ്ടാകുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ്. എത്ര മനുഷ്യര് ലീഗിൽ ഉറങ്ങണേ, ലീഗിൽ ഉണരണേ. എത്ര മനുഷ്യർ ഉറക്ക ലീഗില്, ഉണരണത് ലീഗില്. എത്ര മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ ഉണർന്ന് വൈകി ഉറങ്ങണത്? എന്താണ് ഇവരിതിന്റെ അടിയിൽ ചെയ്യുന്നത്? ഇവരെല്ലാവരും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പദവികൾ വഹിക്കുന്നവരൊന്നുമല്ല. അവരുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്തിന്റെ നല്ലൊരു ഭാഗവും സമൂഹത്തിന് കൊടുത്ത് അവർ നടത്തുന്ന അധ്വാനത്തിന്റെ പരിശ്രമമാണ് നിങ്ങൾ ഈ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ അലിവ് നടത്തുന്ന, ഞാൻ ആ സഹായത്തെ ഒന്നുകൂടി പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടി ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് സാഹിബ് 9 കൊല്ലമായിട്ട് ആ മനുഷ്യന് ഡയാലിസിസ് സെന്ററിന് പ്രതിമാസം പണം തന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ആ മനുഷ്യന്റെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് ആ ഡയാലിസിസിന്റെ മുറ്റത്ത് 50 ഉത്തരേന്ത്യൻ സംഘം ദാറുൽ വന്നതാണ്. അവർ സന്ദർശിച്ചു, ഇതുവരെ നടന്നു കണ്ടു. അവരിൽ പലർക്കും അത് അത്ഭുതകരമായ കാഴ്ച. അപ്പൊ കൗതുകം എന്താണെന്നറിയോ? അവിടെ ഈ സംഗതി ഇല്ലേ എന്നാണ്. അവിടെ എല്ലാവരും കണ്ടിട്ട് പോലുമില്ല, ഇങ്ങനൊരു മെഷീൻ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ കിഡ്നി രോഗം ഇല്ലേ? ഉണ്ട്. എന്താ പിന്നെ അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ. രോഗം വരിക, മാരകമായ രോഗം, മരിക്കേനെ. മരിച്ചു കിട്ടാൻ കെഞ്ചേനല്ല, എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു, നിർമ്മിച്ചു വെച്ചു. കുറെ കാര്യങ്ങൾ ലീഗ് ചെയ്തു. നിങ്ങളിങ്ങനെ നമ്മൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ ചെയ്ത പാർട്ടിയാണെന്ന്. ലീഗ് സമൂഹത്തെ നിർമ്മിച്ചത്ര വേറെ ആരും നിർമ്മിച്ചിട്ടില്ല. ഈ കേരളത്തിലുള്ള സർവകലാശാലകളിൽ ഭൂരിപക്ഷവും ഉണ്ടാക്കിയത് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അതിൽ സംസ്കൃതം സർവകലാശാലയും പെടും, മലയാളം സർവകലാശാലയും പെടും. അംഗൻവാടി നിങ്ങൾ പറയില്ലേ? അത് വിപ്ലവമല്ലേ? അത് വിപ്ലവമല്ലേ? ചെറിയ കുട്ടികൾക്ക് അംഗൻവാടി എന്നൊരു ആശയം കൊണ്ടുവരണം. അതിനു വേണ്ടി ആയിരക്കണക്കിന് അംഗൻവാടികൾ ഉണ്ടാക്കണം. ആരാണ്ടാക്കിയത്? ഞങ്ങളുടെ നേതാവ് ചാക്കി ആമത് കുട്ടി സാഹിബ് ആ വകുപ്പിന്റെ മന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ അംഗൻവാടി പ്രസ്ഥാനം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തത് വേങ്ങര ബ്ലോക്കിലാണ്. മാവേലി സ്റ്റോർ അറിയില്ലേ? ആരാണ്ടാക്കിയത്? ആരാണ് നിർമ്മിച്ചത്? മുസ്ലിം ലീഗിന്റെ മന്ത്രി UA ബീരാൻ സാഹിബ് ആ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് മാവേലി സ്റ്റോർ വിപ്ലവം അറിയില്ലേ? കയ്യ വന്നിട്ടുണ്ടാവും ഞാൻ കൂടുതൽ. അതൊരു വിപ്ലവം അറിയില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പുതിയ കാലത്തേക്ക് കൊണ്ടുപോരും. IT യുഗം വന്നു. അക്ഷയ പ്രസ്ഥാനം, ഗ്രാമങ്ങളിൽ വരെ അക്ഷയ സെന്റർ കൊണ്ടുവന്നത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ IT വകുപ്പ് മന്ത്രിയാണ്. കിൻഫ്ര പാർക്കുകൾ കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗാണ്.
ഈ സമൂഹത്തിന്റെ ലീഗ് വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ലീഗിനെ വിശ്വസിക്കുന്നത്, ലീഗിന്റെ കൂടെ നിൽക്കുന്നത്, ലീഗിന് പിന്തുണ തരുന്നത്. നിരന്തരം കർമ്മം ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ്. ആ കർമ്മങ്ങൾ സമൂഹം അനുഭവിക്കുകയാണ്. ഒരു വിശ്വാസമാണിത്. ഇതിന് ബദലാകാൻ പറ്റൂല, ഇതിന് പകരമില്ല. ഇതിന് ബദലാകാനും ഇതിന് പകരമാവാനും ഒക്കെ വന്നവർ ഇപ്പൊ തട്ടിത്തിരിഞ്ഞ് നേരെ പാണക്കാട്ടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പുതിയ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും ആ വഴി സ്വീകരിക്കേണ്ടി വരും. ലീഗ് സോഫ്റ്റ് പാർട്ടിയാണെന്നാണ് ഇന്ന് അൻവർ പറഞ്ഞത്. സോഫ്റ്റ് പാർട്ടി. നിങ്ങളിത് നേരത്തെ പറയണതല്ലേ സോഫ്റ്റ് പാർട്ടിയാണ്? അത് മനസ്സിലാകാത്തവർ പല വഴിയിലും പോയിട്ട് തിരിച്ചു വരേണ്ടി വരും, ഒരു സംശയവും വേണ്ട. പക്ഷെ നമ്മളൊരു നയം, ഒരു സമീപനം, ഒരൊറ്റ വർത്തമാനം, അത്രേ ഉള്ളൂ. ഒറ്റ വർത്തമാനം, ഒറ്റ സമീപനം. എനിക്കൊറ്റ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ചിലതൊക്കെ പിന്നെ ഉണ്ടാക്കാം, ചിലതൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഒരിക്കൽ പോലും പിന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത ചിലതൊക്കെ ഉണ്ട്. അതിനൊന്നും പോയിട്ട് കൈവെക്കണ്ട. അതൊക്കെ ആപത്തുണ്ടാക്കും, അതൊക്കെ ആപത്തുണ്ടാക്കും. പിന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റാത്ത, പിന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത പൈതൃകത്തിന്റെ പേരാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്. അതിനൊരു സംശയവും വേണ്ട. ഹിന്ദുവിനും ക്രൈസ്തവനും മുസൽമാനും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് കേരളം ഒന്നടങ്കം പറയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് നമ്മൾക്ക് നേതൃത്വത്തിന് മാത്രം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളൊരു ഭാഗ്യമാണത്. അത് പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല. അതിങ്ങനെ തലമുറ 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 കൈമാറി നിൽക്കുന്ന ഒന്നാണ്. വേറുള്ളതൊക്കെ പിന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുകയിലെ ഈ ലീഗ് സമ്മേളനത്തിൽ ഇത്രയും കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് അവസരമുണ്ടായതിൽ, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞല്ലോ, പുകയൂർ വലിയ വലിയ സമ്മേളനങ്ങൾ ഒരുപാട് കണ്ട സ്ഥലമാണ്. ആയിരങ്ങൾ പങ്കെടുത്ത വലിയ വലിയ സമ്മേളനങ്ങൾ എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ എന്താ